Hello friends, welcome to channel goodhappenshereajay channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ലോ ഇൻകം ക്രെഡിറ്റ് കാർഡാണ്. അതായത് നമുക്കിപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു മിനിമം മിനിമം നമ്മൾ മന്ത്ലി സാലറി വാങ്ങിക്കണം. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് കൊടുക്കാറുള്ളൂ നോർമലി. അപ്പോൾ അത് നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 20,000 അല്ലെങ്കിൽ 20,000 താഴെ ഉള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റാവുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. 20,000 വേണ്ട, നമുക്ക് ആക്ച്വലി ഒരു 12,000 to 13,000 സാലറി ഉള്ളവർക്ക് വരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് ആനുവലി ഒരു 1.5 1.4 ലാക്ക് ഒക്കെ കിട്ടുന്നവർക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ആക്ച്വലി സുഖമായിട്ട് എടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആ ക്രെഡിറ്റ് കാർഡ് ഏതാണെന്ന് വെച്ചാൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗോൾഡ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് ഫുള്ളായിട്ട് കിടക്കാണ്ട് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിലേക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇവിടെ URL കാണുന്നുണ്ടായിരിക്കും. ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ചുകൂടെ എളുപ്പമാക്കാനുള്ള വെബ്സൈറ്റ് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാം. ഫോളോ ചെയ്യാൻ മറക്കണ്ട. എല്ലാത്തിലും ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പോയിന്റ് വൈസ് ആയിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സംഭവം പരിചയപ്പെട്ടുണ്ടായിരിക്കും. ഒരു റീറൈറ്റബിൾ LCD ആണ് ഇത്. നമുക്ക് ആക്ച്വലി നോട്ട്സ് എടുക്കാനായിട്ട് എഴുതി വയ്ക്കാനൊക്കെ നല്ല സുഖമാണ്. അതായത് പ്രോട്ടോണിക്സിൻ്റെ ആണ്. ഒരു 1000 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് വരുന്നുള്ളൂ. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് കാണാത്തവർ പോയി കണ്ടുനോക്കുക. എന്തായാലും അത് നമ്മുടെ മുകളിലായിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടുനോക്കുക. നല്ലൊരു യൂസ്ഫുൾ സംഭവമാണ്. നമുക്ക് ഇതിനോട് ഒരു പെന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ലോങ് ലൈറ്റ് സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലാണ് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആനുവൽ ഫീസ് പറഞ്ഞാൽ നമുക്ക് ജോയിനിങ് ഫീസ് ഇല്ല. ജോയിനിങ് ഫീസ് ഫ്രീ ആയിട്ടാണ് വരുന്നത്. ആനുവൽ ഫീസ് വരുന്നത് നമുക്ക് 600 രൂപ പെർ ആനം നമുക്കൊരു ജോയിനിങ് ഫീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാർഡ് ആഡ് ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ നമുക്കറിയായിരിക്കും നമ്മുടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെങ്കിലും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് വേറെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ആഡ് ഓൺ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സംഭവമുണ്ട്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് 350 രൂപ കൊടുക്കണം കേട്ടോ. അത് ഫ്രീ അല്ല. പിന്നെ ഇതിന് 51 ദിവസമാണ് നമുക്ക് ഇൻട്രസ്റ്റ് പീരീഡ് കിട്ടുന്നത്. അതായത് നമുക്ക് 51 ദിവസം കഴിഞ്ഞിട്ട് ബില്ലടച്ചാൽ മതി. അതുപോലെ തന്നെ നമുക്ക് EMI ഫെസിലിറ്റി വരുന്നത് നമുക്ക് 5,000-ന് മുകളിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് EMI ഫെസിലിറ്റി വരുന്നത്. അത് കുറച്ചൊരു നെഗറ്റീവാണ്. ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് മിനിമം 3,000 ഒരു ആവറേജ് പോയി കഴിഞ്ഞാൽ മിനിമം 3,000 ആണ്. ഇത് 5,000 ആണ്. അപ്പോൾ കുറച്ച് കൂടുതലാണ്. പിന്നെ നമുക്കിതിൽ ബാലൻസ് ട്രാൻസ്ഫർ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ബാലൻസ് ട്രാൻസ്ഫർ നമുക്ക് വേറെ കാർഡിൻ്റെ ബാലൻസ് നമുക്ക് വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇൻഷുറൻസ് കൺസെഷൻ കിട്ടുന്നുണ്ട്. അതായത് മെഡിക്ലെയിം ഇൻഷുറൻസ് പോളിസി നമുക്ക് അപ് ടു 5 ലാഖിൻ്റെ വരെ നമുക്ക് കൺസെഷൻ കിട്ടുന്നുണ്ട് നമുക്ക് ഈ കാർഡ് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ATM ക്യാഷ് വിഡ്രോവൽ ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ക്രെഡിറ്റ് കാർഡിലും ഉണ്ട് ATM ക്യാഷ് വിഡ്രോവൽ. പക്ഷേ ഇതിലുണ്ട് നമുക്കത്. അതുപോലെ തന്നെ ഫ്യൂവൽ സർചാർജ് വേവ് ഓഫ് ഉണ്ട് ഇതിൽ. പിന്നെ നമുക്ക് റിവോൾവിംഗ് ക്രെഡിറ്റ് ഫെസിലിറ്റി നമ്മൾ 10% അടച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് പിന്നടക്കം നമുക്ക് തന്നെ മാറ്റി വയ്ക്കാന്ന് പറയില്ല. പക്ഷേ ഇൻട്രസ്റ്റും കാര്യങ്ങളും വരും കേട്ടോ. അത് ഫ്രീ ഒന്നല്ല, ഇൻട്രസ്റ്റ് വരും. പക്ഷേ സിബിലിലേക്കോ അങ്ങനത്തെ ബാക്കിയുള്ള സംഭവത്തിലേക്കൊന്നും പോവില്ല. അങ്ങനെ നമുക്ക് ഒരു ഫെസിലിറ്റിയിലുണ്ട്. റിവോൾവിംഗ് ക്രെഡിറ്റ് ഫെസിലിറ്റി മാഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഓൾമോസ്റ്റ് തന്നെ. പിന്നെ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ഇവർ തരുന്നത് നമ്മുടെ 20% നമ്മുടെ ആനുവൽ ഇൻകത്തിൻ്റെ 20% നോക്കിയിട്ടാണ് ആക്ച്വലി നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് തരുന്നത്. അതായത് നമ്മുടെ ആനുവൽ ഇൻകത്തിൻ്റെ നമ്മുടെ 20% 20% ഓഫ് ദ ആനുവൽ ഇൻകമാണ് നമ്മളൊരു നോർമലി ഒരു തരിക. ചിലപ്പോൾ അതിനും കൂടുതലും കൂടാനും സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.5 ലാക്ക് മിനിമം സാലറി ഉള്ളവർക്കാണ് പെർ ആനം അല്ലെങ്കിൽ എബോ ഉള്ളവർക്കാണ് നമുക്ക് ആക്ച്വലി കാർഡ് കൊടുക്കുക. പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് EMI ഫെസിലിറ്റിയിൽ നമുക്ക് 36 ഇൻസ്റ്റാൾമെൻറ്റ് വരെ നമുക്ക് ആക്കാൻ പറ്റും. അതായത് 36 മന്ത് വരെ നമുക്ക് ഒരു EMIൻ്റെ റേഞ്ച് ഉണ്ട്. ബാക്കി മോസ്റ്റ്ലി എല്ലാ കാർഡും നമുക്ക് 24 മന്ത്സ് വരെ കിട്ടാറുള്ളൂ. ഇത് നമുക്ക് 36 മാസം വരെ കിട്ടുന്നുണ്ട്. അതൊരു ബെനിഫിറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ അത് ബെനിഫിറ്റ് തന്നെയാണ്. പോരാത്തതിന് നമുക്ക് EMIൻ്റെ എമൗണ്ട് കുറയ്ക്കാനും പറ്റും നമുക്ക് കൂടുതലായിട്ട് വന്നെടുക്കുമ്പോൾ. അപ്പോൾ അതൊരു നല്ല ഫെസിലിറ്റി തന്നെയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ഇൻകം ഉള്ളവർക്ക് പറ്റിയൊരു ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു 15ൻ്റെ താഴെ വരുന്ന സാലറി വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി നോക്കാവുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ മോസ്റ്റ്ലി എല്ലാ ക്രെഡിറ്റ് കാർഡിനും 30 above 25 above 30 above ഒക്കെ നോക്കാറുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് എക്സെപ്ഷൻസ് വരുന്ന കാർഡുകളാണ് നമ്മളിപ്പോൾ റീസെൻ്റ്ലി 2-3 വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനിമം സാലറി ചിലപ്പോൾ 20-25 ഒക്കെ ആയാലാണ് സാധ്യത, പ്രത്യേകിച്ച് ഈ ടൈമിലൊക്കെ. അപ്പോൾ അവർക്കും ക്രെഡിറ്റ് കാർഡ് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് ഇറങ്ങുന്നുണ്ടെന്ന് അറിയാനും അതുപോലെ തന്നെ അവർക്ക് എടുക്കാൻ പറ്റാനും ഒരു നല്ലതല്ലേ. അപ്പോൾ പോരാത്തതിന് കുറേ പേര് നമ്മളോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലോ ഇൻകം അല്ലെങ്കിൽ ഫ്രീ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇൻകം പ്രൂഫ് ഇല്ലാണ്ട് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗോൾഡ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ 1.5 ലാക്ക് പെർ ആനം അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ വരുന്ന സാലറി വാങ്ങിക്കുന്നവർക്ക് കിട്ടുന്നത്. അതായത് ലോ ഇൻകം ഉള്ള
ആൾക്കാർക്ക് കിട്ടാവുന്ന ക്രെഡിറ്റ് കാർഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ഇതിനിടയിൽ പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. അതായത് നോർമലി നമുക്ക് അപ്ലൈയിങ് പ്രൊസീജിയർ അവരുടെ ബ്രാഞ്ചിൽ പോയിട്ട് അപ്ലൈ ചെയ്യാനാണെന്ന് വെച്ചാൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു പബ്ലിക് ഒരു എന്താ പറയുക സെൻട്രൽ ബാങ്കാണ്. അപ്പോൾ അവരുടെ ഓൺലൈൻ ഫെസിലിറ്റി വലിയ കാര്യം ഉണ്ടാവില്ല, പക്ഷേ എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും കോൺടാക്ട് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.